ഇന്നലകളില്ലാതെ ഭാഗം 5. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. സേതുവും മറ്റുള്ളവരും ഇത് കേട്ട് ഒരുമിച്ച് നോക്കി. ദൂരെ നിന്നും നടന്നു വരുന്ന ഗായത്രിയെ കണ്ട് സേതുവിൻ്റെ കണ്ണ് തിളങ്ങി. അപ്പോഴേക്കും അമ്മുവും അപ്പവും ഗായത്രിയും അടുത്തെത്തിയിരുന്നു. എന്താ അമ്മു, നിന്നെ ഇപ്പൊ കാണാനില്ലല്ലോ? പവി നിന്നെ അന്വേഷിച്ചു. ഹരി അവളെ നോക്കി വിളിച്ചു പറഞ്ഞു. അവളോട് അങ്ങോട്ടുള്ള ദൂരം തന്നെയാണ് എൻ്റെ വീട്ടിലേക്കൊന്ന് ഹരിയേട്ടൻ പറഞ്ഞേക്ക്. അമ്മു തിരിച്ചും പറഞ്ഞു. എന്താടി, നിങ്ങൾ പിണക്കത്തിലാണോ? അല്ല, ഞാനിത്തിരി തിരക്കിലായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അമ്മു നടന്നു. ഗായത്രി നടന്നു പോയിരുന്നു. സേതുവിൻ്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. എന്ത് ഭംഗിയാടാ! ആരാടാ അത്? ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. അമ്മുവിൻ്റെ കൂടെ കുറച്ച് ദിവസമായി കാണുന്നു. നിങ്ങളുടെ ബന്ധുവെങ്ങാനോ ആണോ? യാസീൻ ചോദിച്ചു. മാധു വല്യമ്മയുടെ ആരോ ആണ്. സേതു വലിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. എന്തായാലും കൊള്ളാം, കണ്ണിനൊരു കുളിർമയൊക്കെ ഉണ്ട്. വെറുതെ ഒരു ദർശന സുഖം. റോഷൻ അതും പറഞ്ഞുകൊണ്ട് അവർ പോയ വഴിയെ നോക്കി. സേതുവിന് ഇതെല്ലാം കേട്ട് എന്തോ ദേഷ്യം തോന്നി. വായി നോക്കികള്, അവൻ മനസ്സിൽ പറഞ്ഞു. എല്ലാത്തിനെ കാണാൻ എന്നെക്കാളും കൊള്ളാം. അവനിലെ അപകർഷതാബോധം ഉണർന്നു. അപ്പോഴാണ് അവർ തൊഴുതിറങ്ങിയത്. ഗായത്രി ആരെയും നോക്കാതെ നടക്കുകയാണ്. ആ സംഭവത്തിന് ശേഷം ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ കാണുമ്പോൾ അവൾക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ അവൾ വേഗം നടന്നു. പിന്നാലെ അമ്മവും അപ്പവും. എൻ്റെ ഗേച്ചി, എന്താ ഇത്? ഓടുകയാണോ അതോ നടക്കുകയാണോ? അമ്മു പരാതി പറഞ്ഞു. നോക്കിക്കേ അമ്മു, ഇരുട്ട് വീണു. നീ കാരണാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നേരത്തെ റെഡിയാകണമെന്ന്. ഗായത്രി ദേഷ്യപ്പെട്ടു. സോറി ചേച്ചി. അപ്പോഴേക്കും പുറകിൽ നിന്നും ബൈക്കിന്റെ സൗണ്ട് കേട്ടു. അവരുടെ അടുത്തെത്തിയപ്പോൾ അതൊന്ന് പതിയെ നിർത്തി. അമ്മു, ഇനി ഈ സമയത്ത് അമ്പലത്തിലേക്ക് ഇറങ്ങരുത്. രാവിലെ പൊയ്ക്കോണം. ഇനി എന്നെ കൊണ്ട് പറയിക്കരുത്. തന്നോടും കൂടിയാ പറയുന്നേ. സേതു ഗായത്രിയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്ത് പോയി. ഞങ്ങൾ 3 പേരും ഈ സമയത്തൊക്കെ എപ്പോഴും പോകാറുള്ളതാ. പിന്നെന്താ ഇപ്പോൾ ഒരു പ്രശ്നം? ഈ സേതുവേട്ടന് പല സമയത്ത് പല സ്വഭാവമാണ്. ഗായത്രി ആകെ വിറച്ചുപോയി. എന്ത് ദേഷ്യത്തിലായിരുന്നു! തന്നോടും കൂടിയാ പറയുന്നത്. ആ വാക്ക് അവളുടെ മനസ്സിൽ അലയടിച്ചു. മോളെ, ജോലിക്ക് പോകണോ? മോൾക്ക് പഠിക്കാനല്ലേ ഇഷ്ടം? ഉറങ്ങാൻ കിടന്നപ്പോൾ വല്യമ്മ ചോദിക്കുന്ന കേട്ട് ഗായത്രി പായയിൽ നിന്ന് എണീറ്റിരുന്നു. അത് വല്യമ്മേ, ഒരുപാട് പൈസ വേണം ഇനി പഠിക്കാൻ. അതുമല്ല, ജോലിക്ക് പോയിക്കൊണ്ടും പഠിക്കാലോ. അല്ലാതെ വയസ്സായ വല്യമ്മയെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ വയ്യ. അതൊന്നും കുഴപ്പമില്ല മോളെ. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് കൂട്ടിവെക്കുന്നേ? നിനക്ക് വേണ്ടി ചിലവാക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വേറെ ആർക്ക് വേണ്ടിയാ ഞാൻ? അവരെന്തോ ഓർത്ത് കരഞ്ഞു. എന്താ വല്യമ്മേ, എന്തിനാ കരയുന്നത്? ഗായത്രി ചാടി എണീറ്റുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല മോളെ, ഞാൻ ഓരോന്നോർത്ത്. ഇഷ്ടമായിരുന്നു ആൾക്കെന്നെ. കാര്യസ്ഥന്റെ മോളാണെന്നത് ഒരു കുറവായി അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല. മറ്റുള്ളവർക്കത് വലിയ പോരായ്മ തന്നെയായിരുന്നു. കാലം പഴയതല്ലേ. ആളൊരു പാവായിരുന്നു. കാത്തിരിക്കണമെന്ന് പറഞ്ഞു. കാത്തിരുന്നു. ഒരു ജന്മം മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഇനി ആ കാത്തിരിപ്പ് വേണ്ട കുട്ടി. എല്ലാം തീർന്നു. എല്ലാം. കണക്കും തീർത്ത ആള് പോയി. എന്നോടുള്ളത് മാത്രം ബാക്കി വെച്ചു. അടുത്ത ജന്മം തീർക്കാനാകുമായിരിക്കും, അല്ലേ കുട്ടി? ഞാൻ ആരും ഇല്ലാത്തവളായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദൂരെ നിന്നാണെങ്കിലും നാട്ടിൽ പോകുന്നതെന്ന് കാണാമല്ലോ. അതും ഒരു ഓർമ്മയാണ് മോളെ. ആ ഓർമ്മയും ഇനി ഇല്ല എന്നായപ്പോഴാണ്. ഇനി ആ നാട്ടിൽ ഒന്നും എനിക്കായി അവശേഷിക്കുന്നില്ല. അവരതും പറഞ്ഞുകൊണ്ട് ഒന്ന് തേങ്ങി. ഗായത്രി അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. എപ്പോഴാണെന്നറിയില്ല അവരുറങ്ങി. അവരുടെ വേദന ഇപ്പോൾ തൻ്റേതു കൂടിയാണല്ലോ. അങ്ങനെയുള്ള ഓർമ്മയിൽ അവളും മയങ്ങി. രാവിലെ ഗായത്രി ഉണർന്നു നോക്കിയപ്പോൾ മാധവിയമ്മ എണീറ്റിട്ടില്ല. തൊട്ടു നോക്കിയപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ട്. അവൾ കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിപ്പിച്ചു. അവള് പോകാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. പിന്നെ അവള് നിർബന്ധിച്ച് പിടിച്ച് കിടത്തി. ഇന്ന് വിശ്രമിച്ചോട്ടെ, ആകെ മനസ്സുലഞ്ഞിരിക്കുകയാണ്.
കിടക്കട്ടെ എന്ന് കരുതി അവൾ കുളിച്ച് ഡ്രസ്സ് മാറി തോപ്പിലേക്ക് നടന്നു. അവൾ ചെല്ലുമ്പോൾ അവിടെ ആരും എണീറ്റതായിട്ട് തോന്നിയില്ല. അവൾ വേഗം ചൂലെടുത്ത് മുറ്റമടിച്ചു വാരി. മുൻവശത്തെ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. സേതു ജോഗിങ്ങിന് പോകുമ്പോൾ വാതിൽ പുറത്തുനിന്ന് അടയ്ക്കുന്നതാണ്. മാധവിയമ്മയാണ് പിന്നെ എല്ലാ ദിവസവും ഇത് തുറക്കുന്നത്. സുമിത്രാമ്മ 7 മണിയാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. വാദ ഉള്ളതുകൊണ്ട് അവർ പതുക്കെ എണീക്കുള്ളൂ. അപ്പോഴേക്കും മാധവിയമ്മ വരും. അതാണ് പതിവ്. ഗായത്രി മടിച്ചുകൊണ്ട് ഒന്ന് നിന്നു. ഒന്ന് ചോദിക്കാതെ എങ്ങനെയാണ്? അവൾ പിന്നെ രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറി അടുക്കളയിലേക്ക് ചെന്നു. മാധവിയമ്മ അവിടുത്തെ പതിവ് രീതികൾ പലതും വർത്തമാനത്തിനിടയിൽ പറയാറുള്ളതുകൊണ്ട് അവൾ അതനുസരിച്ച് ഓരോന്ന് ചെയ്തു. ഇപ്പോഴും ചോറ് വിറകടുപ്പിലാണ് വെക്കുന്നത്. അവൾ അടുപ്പിൽ തീ പിടിപ്പിച്ച് കലം വെച്ചു. ഗ്യാസ് ഓണാക്കി കട്ടൻ കാപ്പി എടുത്ത് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു. കഴിക്കാനിരിക്കുമ്പോൾ ദോശ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് അവൾ തേങ്ങാ ചമ്മന്തി അരച്ചു വെച്ചു. അരിയിടാനുള്ള അളവ് അറിയില്ല. അവൾ പാത്രവും നാഴിയും പിടിച്ച് അരിപ്പാത്രത്തിലേക്ക് നോക്കി നിന്നു. വല്യമ്മേ ചായ എന്ന് പറഞ്ഞുകൊണ്ട് സേതു അടുക്കളയിലേക്ക് നടന്നു വന്നു. അവിടെ ഗായത്രിയെ കണ്ട് കണ്ണുമിഴിച്ചു. അവനെ കണ്ട പരിഭ്രമത്തിൽ അവളും ഒന്ന് പതറി അവനെ നോക്കി. അവളെന്തോ പറയാൻ വേണ്ടി വന്നപ്പോൾ സുമിത്രാമ്മ അങ്ങോട്ട് വന്നു. സേതു ഫ്ലാസ്കിൽ നിന്നും ചായ എടുത്ത് പത്രം നിവർത്തി വായിക്കാൻ ഡൈനിങ് ടേബിളിന്റെ അരികിൽ തന്നെ ഇരുന്നു. ഇന്നെന്താ ഇയാൾ വന്നത്? മാധുവിനെന്താ പറ്റിയേ? സുമിത്രാമ്മ അവൾ വന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചോദിച്ചു. വല്യമ്മക്ക് നല്ല പനിയാണ്, അതാ ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോ മുത്തശ്ശി എണീറ്റിട്ടില്ല, അതാ ഞാൻ ചോദിക്കാതെ കയറിയത്. പിന്നെ വല്യമ്മ പറഞ്ഞ് ഇവിടുത്തെ രീതികളൊക്കെ അറിയാം. ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി. അവളുടെ കണ്ണ് നിറഞ്ഞു. അയ്യേ, കുട്ടി ഇത്രയുള്ളോ? ഞാൻ കരുതി നല്ല ധൈര്യമുള്ള കുട്ടിയാണെന്ന്. ഇത്ര തൊട്ടാവാടിയാണോ ഈ കുട്ടി? ഞാനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ഇട്ടതല്ലേ. അത് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരവളുടെ കയ്യിൽ പിടിച്ചു. സേതു, നീ കുളിച്ചിട്ട് വാ, ഭക്ഷണം കഴിക്കാം, അവരവനെ വിളിച്ചു പറഞ്ഞു. സേതു പത്രം മടക്കി വെച്ചുകൊണ്ട് അടുക്കളയിലേക്കൊന്ന് കണ്ണ് പാളി നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി. അവന്റെ ചുണ്ടിലൊരു നറുചിരി വിരിഞ്ഞു. അനിത ചേച്ചിയുടെ കൂടെ ആ ഷോപ്പിലേക്ക് കയറുമ്പോൾ അവളുടെ കാലുകൾ വിറച്ചു. ഒരുപാട് കള്ളങ്ങളുടെ മേലൊരു ചീട്ടുകൊട്ടാരം, എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. അവളത് ഓർത്തു. എന്താ കയ്യോ ഒരു ആലോചന? അല്ല ചേച്ചി, ഇത് വലിയ ഷോപ്പാണല്ലോ. ഞാൻ വിചാരിച്ചു ചെറിയ ഷോപ്പാണെന്ന്. ഇവിടെ എനിക്ക് പറ്റുമോ? അവൾ ആശങ്കയോടെ അനിതയെ നോക്കി. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.